മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദിനഹാകാലം 5-ാം ഞായറാഴ്ച മിശിഹായുടെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുവാൻ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ ഒരു കുടുംബം എന്ന പോലെ ഒരു സമൂഹമായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇന്ന് തിരുസഭയിലെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശന തിരുനാള് ആഘോഷിക്കുന്ന ദിവസവും കൂടിയാണ്. മോശയുടെ നിയമമനുസരിച്ച് ദൈവപുത്രനായ മിശിഹായെ ദേവാലയത്തിൽ മാതാപിതാക്കന്മാർ ദൈവത്തിന് കാഴ്ചവെക്കുന്നതും ശിമിയോൻ തൻ്റെ രക്ഷകനായ മിശിഹായെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടതുമായ ദൈവിക അനുഭവമാണ് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. പഴയ നിയമ ആചാരമനുസരിച്ച് യഹൂദ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ദൈവപുത്രനായവൻ ദേവാലയത്തിലേക്ക് കാഴ്ച സമർപ്പണത്തിന് വേണ്ടി പോവുകയാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ, അതായത് കുഞ്ഞിനെ പ്രസവിച്ച് 40 ദിവസങ്ങൾ കഴിയുമ്പോൾ അവനെ ദേവാലയത്തിൽ കാഴ്ചവെക്കണം. അമ്മയുടെ വിശുദ്ധീകരണത്തിനും കുഞ്ഞിൻ്റെ വിശുദ്ധീകരണത്തിനുമായി. യഹൂദ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലമാണത്. ആ നിയമത്തിന് വിധേയപ്പെടുന്ന മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവിക സത്യമുണ്ട്. മിശിഹായുടെയും സഭയുടെയും നിയമത്തോട് എനിക്ക് എത്രത്തോളം വിധേയപ്പെടുവാൻ അല്ലെങ്കിൽ വിധേയപ്പെടുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ വിശ്വാസ ജീവിതത്തിൻ്റെയും ആത്മപരിശോധനയുടെ വിഷയമാകട്ടെ. അതാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല എന്ന് പറയുന്നത് മിശിഹായെ കുറിച്ചാണ്, പഴയ നിയമത്തെക്കുറിച്ചാണ്. ചതഞ്ഞ ഞാങ്ങണയാണത്. ആ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് മിശിഹ വരിക. അവൻ്റെ വരവൊരു വിപ്ലവമായിട്ടോ നിയമത്തോടുള്ള ധിക്കാരമായിട്ടോ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടോ അതിനെതിരെ വിമർശനത്തിൻ്റെ സ്വരം ഉയർത്തിക്കൊണ്ടോയല്ല, ആ നിയമത്തിന് പരിപൂർണമായിട്ടും വിധേയപ്പെട്ടുകൊണ്ടാണ് നിയമത്തെ നവീകരിക്കുന്നതും പൂർത്തീകരിക്കുന്നതും. മിശിഹായോടും നിയമത്തോടും പരിപൂർണമായ വിശ്വസ്തത എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പുലർത്തുവാൻ കഴിയുമ്പോൾ മാത്രമാണ് അത് അനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് മാറുക. അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ വിഷയമാണ്. ആരുടെയും പ്രേരണ കൊണ്ടോ ആരുടെയും നിർബന്ധം കൊണ്ടോ ആരുടെയും പ്രത്യേകമായ താല്പര്യം കൊണ്ടോ അല്ല എൻ്റെ നിയമങ്ങളെ ഞാൻ പൂർത്തീകരിക്കുന്നതും നിയമത്തിന് വിധേയപ്പെടുന്നതും. അത് തിരുസഭയുടെ നിയമമാകട്ടെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ നിയമമാവട്ടെ, രാജ്യത്തിൻ്റെ നിയമമാവട്ടെ, ആ നിയമത്തിന് വിശ്വസ്തയോടുകൂടി വിധേയപ്പെടുക എന്നുള്ളത് വലിയൊരു ദൈവികമായ ചിന്തയാണ്, ദൈവികമായ മനോഭാവമാണ്. തുടർന്ന് നമ്മൾ ശിമിയോൻ എന്ന കഥാപാത്രത്തെ കാണുന്നുണ്ട്. പ്രായം തികഞ്ഞവൻ, വിശ്വാസ ജീവിതത്തിൽ ഏറെ അനുഷ്ഠാനങ്ങൾ കാത്തു സൂക്ഷിച്ചവൻ, ഒരുപാട് വിശ്വാസ അനുഷ്ഠാനങ്ങൾ നടത്തിയവനും പാലിച്ചവനും സൂക്ഷിച്ചവനും അവൻ പ്രായാധിക്യത്തിലേക്ക് എത്തുകയാണ്. ജീവിതത്തിൻ്റെ അന്ത്യത്തോട് അടുത്തെത്തുകയാണ്. അപ്പോഴാണ് സുവിശേഷം നമ്മളെ വായിച്ചു കേൾപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് പോയി. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് പോയപ്പോഴാണ് താൻ കാത്തിരുന്നതും താൻ പ്രാർത്ഥിച്ചതും ബലിയർപ്പിച്ചതും എന്തിനു വേണ്ടിയാണോ ആ രക്ഷകനെ കണ്ടുമുട്ടുന്ന ദൈവിക അനുഭവത്തിലേക്ക് അവൻ നടന്നെടുക്കുക. ആ അനുഭവം സ്വന്തമാക്കിയപ്പോഴാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ ദാസനെ സമാധാനത്തില് വിട്ടയക്കണമേ. ഞാൻ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ഞാൻ എന്തിനു വേണ്ടിയാണോ ബലിയർപ്പിച്ചത്, ഞാൻ എന്തിനു വേണ്ടിയാണോ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ആ വിശ്വാസ നിയമത്തിന് വിധേയപ്പെട്ടത്, അതെന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസനെ സമാധാനത്തില് വിട്ടയക്കണമേ. ശിമിയോൻ എന്ന പ്രവാചകൻ നമുക്കൊരു ഓർമ്മപ്പെടുത്തല. എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ പുനഃപരിശോധനയ്ക്കുള്ള വിഷയമാ. ഓരോ ദിവസവും വിശുദ്ധ ബലിക്ക് ഞാൻ അണയുമ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരുമിച്ചിരിക്കുമ്പോഴും എൻ്റെ വിശ്വാസത്തിൻ്റെ ഭക്താനുഷ്ഠാനങ്ങൾ ഞാൻ നടത്തുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള പ്രേരണ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ഞാൻ അത് അനുഷ്ഠിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ഞാൻ ബലിയർപ്പിക്കുവാൻ പോകുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് തിരുസഭയുടെ നിയമങ്ങൾക്ക് ഞാൻ വിധേയപ്പെടുന്നതെങ്കിൽ,
പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് വിശ്വാസത്തിന്റെ ജീവിതം ഞാൻ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നീ കാത്തിരിക്കുന്ന മിശിഹായെ കണ്ടുമുട്ടുവാൻ കഴിയുമെന്നുള്ളതാ. ആ മിശിഹായെ കണ്ടുമുട്ടുന്ന, മിശിഹായെ നേരിട്ട് അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥം നിനക്ക് കണ്ടെത്താൻ പറ്റുക. ഏത് നിരാശയുടെയും ഏത് വേദനയുടെയും ഏത് ബലഹീനതയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസാനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ ഞാനും ശിമയോനെ പോലെ പ്രാർത്ഥിക്കും, കർത്താവേ, പ്രതിസന്ധികൾ എന്തുമാവട്ടെ, എൻ്റെ വേദനകൾ എന്തുമാവട്ടെ, എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നിയോഗങ്ങളും എന്തുമാവട്ടെ, നിന്റെ സമാധാനത്തിൽ ഈ ദാസനെ കാത്തു സൂക്ഷിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചുരുങ്ങും, നമ്മുടെ ജീവിതം മുഴുവൻ ചുരുങ്ങും. ഒന്നിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുക്കും, അതെൻ്റെ ദൈവത്തിലേക്ക് മാത്രമായിരിക്കും. ഈ വിശ്വാസാനുഭവം നമ്മളിൽ ലഭിക്കാതെ പോകുമ്പോഴാണ് ഇത് വിരസതയുടെയും ഇത് ബുദ്ധിമുട്ടിൻ്റെയും വിമർശനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും വിഷയങ്ങളായിട്ട് നമ്മൾക്ക് മാറുക. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിലെ വിശ്വാസ നിയമങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടവന്റെ കഥയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അബ്രാഹത്തിന്റെ കഥ നമ്മൾ വായിച്ചു കേട്ടു. ദീർഘക്ഷമയോടുകൂടി കാത്തിരുന്ന ദൈവം നൽകിയ വാഗ്ദാനത്തെ സ്വീകരിച്ചവനാണ് അബ്രാഹം. ദീർഘക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ഇന്നെനിക്ക് സാധിച്ചു കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ദൈവത്തിലും എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇരുട്ടിൻ്റെ മറവിലൂടെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോവുക. യുവജനങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ഈ വിശ്വാസബോധ്യം പകർന്നു കൊടുക്കുവാൻ ഒരുപാട് വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോവുക. അവിടെയാണ് അബ്രാഹം നമുക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുക. നിരുത്സാഹരാകാതെ നിരന്തരമായ പ്രാർത്ഥനയോടുകൂടി ദൈവം എനിക്ക് നൽകിയ വാഗ്ദാനത്തെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് അത് പ്രാപിക്കുന്ന അബ്രാഹം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. നിന്റെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിനക്കും കഴിയും. നീ വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുമ്പോൾ, ക്ഷമയോടുകൂടിയും നിയമത്തിന് വിധേയപ്പെട്ടും നീ കാത്തിരിക്കുമ്പോൾ, നിയമ സംവിധാനങ്ങളെ വിമർശിക്കുവാനും ധിക്കരിക്കുവാനുമല്ല, അതിനോട് ദൈവം പുലർത്തിയ വിശ്വസ്തത ഞാൻ പുലർത്തിക്കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി യത്നിക്കുമ്പോഴാണ് അത് രക്ഷയുടെ അനുഭവമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, നമുക്കും ഓർമ്മയിൽ സൂക്ഷിക്കാം, ദൈവപുത്രനായവൻ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെടുക എന്നുള്ളത് മാനുഷിക ചിന്തയിൽ നമുക്കിന്ന് എത്രയോ അഗ്രാഹ്യമാണ്. ദൈവപുത്രനായവൻ, ദൈവത്തിൻ്റെ പുത്രനായവൻ, രക്ഷ നൽകേണ്ടവൻ ദേവാലയത്തിലെ യഹൂദ നിയമപ്രകാരം ആചാരപ്രകാരം അതിന് വിധേയപ്പെട്ട് സമർപ്പിക്കുക എന്നുള്ളത് നമുക്കെത്രയോ അരോചകമായിട്ടെന്ന് തോന്നുന്നുണ്ടാകും. അതാണ് മിശിഹായുടെ മനോഭാവം. നിയമത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടവൻ. ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണമെന്നുള്ളതാണ് നിയമം. അതിനുള്ള ശേഷിയില്ലാത്തവരാണ് ചെങ്ങാലിയോ പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കുക. അത് ഏറ്റവും താഴ്ന്ന ബലിയർപ്പണമാണ്. എൻ്റെ മിശിഹായിക്ക് ബലിയർപ്പിക്കുവാനും കൈവശമുണ്ടായിരുന്നത് ഒരു ചെങ്ങാലിയും പ്രാവും കുഞ്ഞും മാത്രമായിരുന്നു. അതിനുള്ളൊരു താങ്ങും ശക്തിയും മാത്രമേ എൻ്റെ മിശിഹായിക്കും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. പ്രത്യാശയോടുകൂടി മിശിഹായെ കണ്ടുമുട്ടുന്ന അനുഭവമാണ് എൻ്റെ ഓരോ ബലിയർപ്പണങ്ങളും എൻ്റെ കുദാശകളും എന്നുള്ള പൂർണ്ണ ബോധ്യം മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ അതെനിക്ക് വിരസതയുടെ വിഷയമല്ല, മടുപ്പിൻ്റെ വിഷയമല്ല, വിമർശനത്തിൻ്റെ വിഷയമല്ല, അടിച്ചമർത്തലിൻ്റെ വിഷയമല്ല. ഞാൻ എൻ്റെ മിശിഹായെ കണ്ടുമുട്ടുന്ന ദൈവിക അനുഭവമാണ്. ശിമയോനെ പോലെ കർത്താവിൻ്റെ സമാധാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതും എൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം അവൻ്റെ തിരുമുമ്പിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഈ ദാസനെയും സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ലഭിക്കുന്നതുമായ ദൈവിക അനുഭവമാണ്. നമുക്കും ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ബലിയർപ്പിക്കുവാനും വിശുദ്ധ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും തിരുസഭയോട് വിധേയത്വം പുലർത്തുവാനും മിശിഹായെ കണ്ടെത്തുന്ന ഇടമായിട്ട് എൻ്റെ വിശ്വാസ ജീവിതം മാറുവാനും അൽഫോൻസാമിയെപ്പോലെ ക്ഷമയോടുകൂടി കാത്തിരുന്ന ദൈവം നൽകുന്ന വാഗ്ദാനത്തെ സ്വീകരിക്കുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കണമേ എന്ന് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.